أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ക്ലാസ് നമ്പർ 98 ഫാത്തിഹയിലൂടെയുള്ള വ്യാഖ്യാനത്തിൽ ഷർബീനി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിഞ്ഞു. ഇനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങ് പോവുകയാണ്. അൽഹംദുലില്ലാ എന്നതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അൽഹംദു എന്ന് പറയുന്നത് പറയട്ടെ. അൽഹംദു അല്ലഫ്ലിയു, ലഫ്ലിയായ ഹംദ്, ഫീലിയായ ഹംദല്ല, ലഫ്ലിയായ ഹംദ്. ലുഗത്തൻ ഭാഷാപരമായി ലഫ്ലിയായ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്സനാഉ ബിൽ ലിസാനി അലൽ ജമീൽ ഇഖ്തിയാരി അലാ ഖസ്ദി തബ്ജീലി അയത്തഅലീമി. ബഹുമാനിക്കുക എന്ന കരുത്ത് പ്രകാരം ഇഷ്ടാനുസരണമുള്ള നല്ല കാര്യങ്ങളുടെ മേലിൽ നാവുകൊണ്ട് പുകഴ്ത്തുക. ഇതിനാണ് ഭാഷാപരമായി ഹംദ് എന്ന് പറയുന്നത്, ലഫ്ലിയായ ഹംദ്. ഒരാളെ കുറിച്ച് സ്വയഷ്ടപ്രകാരം തന്നെ നല്ല ഒരു കാര്യമാണ്, അതിങ്ങനെ പുകഴ്ത്തി പറയുക, ബഹുമാനിച്ചുകൊണ്ട്, പുളിച്ചുമ കയറ്റി പറയല്ല, ബഹുമാനിച്ചുകൊണ്ട് പറയാം. അതിനാണ് ഹംദ് എന്ന് പറയാ. ഇന്ന് കുറെ ആൾക്കാരെ പുകഴ്ത്തുന്നുണ്ട്, അതിൽ ബഹുഭൂരിഭാഗവും കാപ്പട്യം വരുന്നുണ്ട്. അയാളിന്ന് വല്ല കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി അയാളെ പുളിച്ചുമ കയറ്റി പുകഴ്ത്തുന്നു. ആ പുളിയല്ല ഈ പറഞ്ഞത്. ഇവിടെ പുളിയൊന്നുമില്ല. സവാഉൻ തഅല്ലഖ ബിൽ ഫളാഇലി വഹിയ നിഅമുൽ ഖാസിറത്തു വഇമ്മാ ബിൽ ഫവാദിലി വഹിയ നിഅമുൽ മുതഅദ്ദിയത്തു. ഈ തഅലീം ചെയ്തുകൊണ്ടുള്ളതായ ഈ സനാ എങ്ങനെ വരാം? അത് ഫളാഇലിനോട് ബന്ധിച്ചിട്ട് വരാം. ശ്രേഷ്ഠതകൾ അത് സ്വയം ആ വ്യക്തിയിൽ നിൽക്കുന്നതാണ് നിഅമത്ത. അയാളിൽ തന്നെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിഅമത്തുണ്ട്, അതാണ് ഫളാഇൽ. ഫവാദിൽ കൊണ്ടും ആവാം, അത് മറ്റൊരാളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു നിഅമത്തുകളാണ്. ഇപ്പൊ തഅല്ലുമു തഅലീമൊക്കെ നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയിലുള്ള നല്ലൊരു ഗുണമാണ്, നിഅമത്താണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന നിഅമത്താണ്. അത് ഫവാദിൽ പെടും. അഴക്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യം അയാളുടെ മാത്രം നിൽക്കുന്ന ശ്രേഷ്ഠതയുണ്ട്. അതെന്താണ്? അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിഅമത്ത. ഇത് രണ്ടോട് ബന്ധിച്ചതായാലും വേണ്ടില്ല, ഇതൊക്കെ എന്താവും? സനാക്കി മാറ്റാം. അപ്പൊ സനാഇ എന്ന് പറയുന്നിടത്ത് പുകഴ്ത്തുക എന്നല്ലേ, അതിലെ ഹംദും പെട്ടു, അല്ലാതൊക്കെ പെടും. അതിനൊക്കെ സനാ എന്ന് പറയാം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഷർബീനി ഇമാം പറയുന്നു, സുമ്മ ഖാൽ അശ്ശുക്റു, ശുക്ർ, നന്ദി എന്ന് നമ്മൾ പറയാറുണ്ട് ലോകത്തൻ. എന്താണ് ഭാഷാപരമായി ശുക്ർ എന്ന് പറഞ്ഞാൽ? ഹുവൽ ഹംദു, അത് ഹംദ് തന്നെ. ഇപ്പൊ ഹംദ് നമ്മൾ വിശദീകരിച്ചല്ലോ, അതിന് ഭാഷാപരമായിട്ട് എന്ത് പറയാം? ശുക്ർ എന്നും പറയാം. അപ്പൊ ആ ഹംദിന്റെ താരീഫിൽ ലോകത്തിൽ നിൽക്കുന്ന താരീഫിൽ ശുക്റും പെട്ടു. ഇനി മാറ്റം, ശുക്ർ ഉർഫൻ. ഉർഫിൽ ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താ? സർഫുൽ അബ്ദി ജമീഅ മാ അൻഅമ അല്ലാഹു ബിഹി അലൈഹി മിനസ് സമഇ വഗൈരിഹി ഇലാ മാ ഖുലിഖ ലിഅജലിഹി. ഇതിനാണ് സാധാരണഗതിയിൽ ശുക്ർ എന്ന് പറയുക. അല്ലാഹു തആല അടിമക്ക് നൽകിയതായ കേൾവി, സംസാരശേഷി, പിടുത്തം, കാണാനുള്ള ശക്തി, ഇതുപോലെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ അല്ലാഹു തആല ഒരു അടിമക്ക് നൽകിയത് എങ്കിൽ ആ അനുഗ്രഹം മുഴുവനും എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ അതേ കാര്യത്തിലേക്ക് ആ അടിമ നീക്കുക. അപ്പൊ ചുരുക്കത്തിൽ അല്ലാഹു തആല നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അടിമ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് നീക്കി വെക്കുക. ഇതിനാണ് ശുക്ർ എന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ പിന്നെ മദ്ഹ് എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അപ്പൊ ഹംദ്, ശുക്ർ, ഇതിന്റെ ഭാഷാപരമായും സാധാരണഗതിയിലുള്ള നിർവചനം കഴിഞ്ഞു. അവർ മദ്ഹ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് ലോകത്താൻ. ഭാഷാപരമായി മദ്ഹ് എന്ന് പറഞ്ഞാൽ അസ്സനാഉ ബിൽ ലിസാനി അലൽ ജമീലി മുത്ലഖൻ അലാ ജിഹത്തി തഅലീമി, ബഹുമാനിക്കുക എന്ന വഴിയിൽ, ബഹുമാനിക്കുക എന്ന രീതിയിൽ തന്നെ
കൈതൊന്നുമില്ല. ഇഖ്തിയാരിയായാലും വേണ്ടില്ല, അല്ലാത്തതായാലും വേണ്ടില്ല. നല്ലൊരു കാര്യമുണ്ടെങ്കിൽ ആ നല്ലൊരു കാര്യത്തിന്റെ മേലിൽ എന്തു പോവുക, നാവ് കൊണ്ട് പുകഴ്ത്തി പറയുക. ഇതാണ് ഭാഷാപരമായി മദ്ഹ് എന്ന് പറയുന്നത്. അതിന് ഉർഫൻ നിൽക്കൊരു മദ്ഹിനെന്താ താരിഫ് പറയാം, മായദുല്ലു ഇഖ്തിസാസിൽ മംദൂഹി ബിനൗഇൻ മിനൽ ഫളാഇലി, എന്തെല്ലാം ശ്രേഷ്ഠതകൾ ഉണ്ടെങ്കിൽ അതിനൊരു ഇനം എടുക്കുക. ആ ഒരു ഇനം കൊണ്ട് ആരെയാണോ പുകഴ്ത്തപ്പെടുന്നതെങ്കിൽ അയാൾ മാത്രം അതുകൊണ്ട് പ്രത്യേകമാവുന്നു. അങ്ങനെ പ്രത്യേകമാവുന്നതിന് മേൽ അറിയിക്കുന്ന ഒന്നിനെ കൊണ്ട് മദ്ഹ് എന്ന് പറയാം. അയാളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇനം മറ്റാർക്കുമില്ല, അത് ഇയാൾക്ക് മാത്രമുള്ളതാണ്. ഉദാഹരണമായി പറയുക, ഒരുപാട് വാളന്മാരും ഒരുപാട് ഇൽമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ മികച്ചു നിൽക്കുന്ന നമ്മൾ ആരെയാണോ പുകഴ്ത്തുന്നതെങ്കിൽ അയാൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഇനമുണ്ട്, ശ്രേഷ്ഠത. അപ്പൊ നല്ല ജനങ്ങളെ ശ്രോതാക്കളായിക്കൊണ്ട് ജനങ്ങളെ മനം കവർന്നുകൊണ്ട് ഹിദായത്തിന്റെ വഴിയിലേക്ക് അള്ളാഹുവിലേക്ക് ചിന്തിപ്പിക്കുന്ന ഒരു വാചാല ശക്തി ഈ പറയുന്ന മംദൂഹാവുന്ന അയാൾക്ക് മാത്രമുള്ളതാണ്. ഇങ്ങനെ വരുന്നൊരു ഉദാഹരണം. ഇങ്ങനെയുള്ള രീതിയിൽ എന്തായി പ്രത്യേകമായി നിൽക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിന്റെ മേൽ അറിയിക്കുന്നതിന് ഉർഫിൽ മദ്ഹ് എന്ന് പറയാം. അപ്പൊ ഇവിടെ മദ്ഹ്, ഹംദ്, ശുക്ർ ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിയുമ്പോൾ ഇനി ഇതിൽ ആംബ് ഏത് ഖാസ് ഏത് എന്ന് പറയാറുണ്ട്. അത് പറയുകയാണ്, ഫശ്ശുക്റു അഅമ്മു മിനൽ ഹംദി വൽ മദ്ഹി മിൻ വജ്ഹിൻ ലിഅന്നഹു യഖ്തസ്സു ബിൽ ലിസാനി. ഇവിടെ ഈ മൂന്നിനെയും കൂട്ടി നോക്കുമ്പോൾ ശുക്ർ എന്ന് പറയുന്നതാണ് ഹംദ്, മദ്ഹ് എന്നതിനേക്കാൾ ആംബ് നിൽക്കുന്നത്. അപ്പൊ ശുക്റിൽ എല്ലാം പെടുന്നുണ്ട്. അത് ഹംദിനുണ്ടാവില്ല, മദ്ഹിനുണ്ടാവില്ല. അതൊരു വഴിയിലൂടെ വരുമ്പോൾ അത് ആംബാണ് ശുക്ർ എന്ന് പറഞ്ഞു. എന്താ കാരണം? നാവ് കൊണ്ട് പ്രത്യേകമായി നിൽക്കുക, നാവ് കൊണ്ട് പ്രത്യേകമാവുക എന്നൊരു രീതി ഈ വചികനുണ്ട്. അങ്ങനെ വരുമ്പോൾ മദ്ഹ് അതുപോലെ ഹംദ് ഇവയെ തൊട്ടൊക്കെ ആംബായിട്ട് അവയേക്കാൾ കൂടുതലായി നിൽക്കുക ശുക്ർ എന്നുള്ളതാകുന്നു. അപ്പൊ ആ വചിക നോക്കുമ്പോ ശുക്ർ ആംബായിട്ട് നിൽക്കും. ഹംദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്? നാവ് കൊണ്ട് പുകഴ്ത്തുന്നു. മദ്ഹ് എന്ന് പറഞ്ഞാലും നാവ് കൊണ്ട് പുകഴ്ത്തുന്നു. ശുക്ർ അങ്ങനെ അല്ലല്ലോ. ശുക്ർ എന്ന് പറയുന്നത് എന്താണ്? അത് അള്ളാഹ് ചെയ്ത ഏതെല്ലാം നിഅമത്ത് കൊണ്ട് അത് മുഴുവനും എന്താക്കുന്നുണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വഴിയിലേക്ക് തിരിച്ചുവിടുക എന്ന് പറയുന്നു. അത് നാവ് കൊണ്ടും അല്ലാത്തത് കൊണ്ടും ഒക്കെ പെടും. എന്നാൽ അഹസ്സും ഇൻകുമാമി വജിഹനാഹറ മറ്റൊരു വഴിയിലൂടെ ചിന്തിച്ചു നോക്കുമ്പോ ശുക്ർ ഖാസായിട്ട് നിൽക്കും. അപ്പൊ ഹംദും മധു ആയിരിക്കും ആംബ്. ഖാസ് വരലെങ്ങനെ? നിശ്ചയമായിട്ടും നിഅമത്ത് ചെയ്തു തരുക എന്നതിന്റെ മേലിൽ പുകഴ്ത്തുക എന്നുള്ളതാണ് മദ്ഹ്. അപ്പൊ നിഅമത്ത് ചെയ്യണം, ആ നിഅമത്തിന്റെ മേൽ പുകഴ്ത്തലാകുന്നു മദ്ഹ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഹംദും അതുപോലെ തന്നെ മദ്ഹും അതിനേക്കാൾ ആമായ ശുക്ർ. അപ്പൊ ശുക്ർ എന്ന് പറഞ്ഞാൽ നിഅമത്ത് ഇൻആമ് ചെയ്താൽ ആ ഇൻആമിന്റെ മേൽ പുകഴ്ത്തി പറയുക എന്നുള്ളതാണ് ശുക്ർ. ആ നിലക്ക് നോക്കുമ്പോൾ ഹംദ്, മദ്ഹ് എന്നതിനേക്കാൾ ഖാസായിട്ട് വരിക ശുക്ർ എന്ന ഇത് അതിനെ കുറിച്ചുള്ള ചർച്ചയാണ് പറഞ്ഞത് മാത്രം. അപ്പൊ നമുക്ക് ചുരുക്കത്തിൽ ഹംദ് അതുപോലെ ശുക്ർ, മദ്ഹ് ഇത് നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അതിൽ ആംബ് വരുന്ന രീതിയും ഖാസ് വരുന്ന രീതിയും മുസ്ലിയാക്കന്മാർക്ക് തിരിയും. അതുകൊണ്ട് അവിടെ നിർത്തട്ടെ. ഇനി ളിദ്ദുൽ ഹംദ് അസ്സമു, ളിദ്ദുൽ ശുക്രി അൽ കുഫ്റാനു, ളിദ്ദുൽ മദ്ഹി അൽ ഹജ്മു. ഇതിന്റെ വൈരുദ്ധ്യങ്ങളുണ്ട്. ഹംദിന്റെ വൈരുദ്ധ്യം ഏതാന്ന് ചോദിച്ചാൽ ഹംദ് എന്ന് പറഞ്ഞാൽ നല്ല പറയാന്നല്ലേ. അപ്പൊ അതിന് നേരെ ഇതിനെന്താ ഉണ്ടാവുക? ചീത്ത പറയുക, ദുഷിച്ചത് പറയുക, അത് ദബ് എന്ന് പറയും. നന്ദി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? നന്ദി എന്ന് പറഞ്ഞാല് ഭാഷാപരമായിട്ട് ഹംദന്നെ. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ അള്ളാഹിന്റെ ഇഷ്ടത്തിൽ വിനിയോഗിക്കുക എന്നതാണല്ലോ. അതിന് നേരെ ഇതിനെന്താ വരിക? അത് വിനിയോഗിക്കാതിരിക്കുക. അപ്പൊ നന്ദികേട് ചെയ്യുക. അതിന്റെ മലയാളം അതാണെങ്കിൽ അറബിയിൽ കുഫ്റാൻ എന്ന് പറയും. പിന്നെ മദ്ഹ്, മദ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? നല്ല കാര്യത്തിന്റെ മേൽ നാവ് കൊണ്ട് പുകഴ്ത്തുക എന്നുള്ളത് തന്നെയല്ലേ. അതിന് നേരെ ഓപ്പോസിറ്റ് എന്താ? ഹജ്ജു, മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുക, ഈറളക്കി വിടുക, സന്തോഷത്തെ കെടുത്തി വിടുക എന്നൊക്കെ പറയലില്ലേ. അപ്പൊ ഹജ്ജാണ് ശുക്ർ നേരെ എതിരുള്ളത്. അപ്പൊ അൽഹംദുലില്ലാ എന്നതിനോട് വന്നപ്പോ ഹംദിനോട്
ചർച്ച ചെയ്തപ്പോ ഹംദ് എന്ത്, ശുക്ർ എന്ത്, മദ് എന്ത് അതിനോട് കൂട്ടി പറഞ്ഞതാ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ വേറെ വേറെയാണെന്നും ഒക്കെ മനസ്സിലായി. റബ്ബിൽ ആലമീൻ അതിലോടത്തിലെ ചർച്ച സർവ്വലോകം എന്നല്ലേ നമ്മൾ പറയാ. സർവ്വലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹ്ക്കാണ് സർവസ്തുതിയും എന്ന് പറയുന്നു. ഇവിടെ ലോകം എന്ന് പറയുമ്പോൾ ഐ മാലിക് ജമീൽ ഖൽഖി മിനൽ ഇൻസി വൽ ജിന്നി വൽ മലായികത്തി വദ്ദവാബി വഗൈരിഹിം, മനുഷ്യൻ, ഭൂതം, മലായികത്ത്, നാൽക്കാലികൾ, ഇതല്ലാത്ത മറ്റു എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഉൾപ്പെട്ടതാണ് ആലം. അതിന്റെ ഉടമൻ എന്നാണ് റബ്ബിന്റെ അർത്ഥം. ഇത്രയും ലോകങ്ങളുടെ ഉടമയായ അള്ളാഹ്. കാരണം ഇത് കുല്ലും മിൻഹാ യുത്ലഖു അലൈഹി ആലം, ഇവയൊന്നും ഓരോന്നും എന്ന് പറയാം ആലം എന്ന് പറയാം. മനുഷ്യലോകം, ജിന്നുലോകം, മലായികത്തിന്റെ ലോകം, മൃഗലോകം, സസ്യലോകം, കൽവിനെ മറ്റുള്ള ലോകം എന്നൊക്കെ പറയല്ലേ. ഓ കാല എന്നിട്ട് മുസന്നിഫ് അവറുകൾ അഥവാ ഷർബീൻ ഇമാം ഇങ്ങനെ പറഞ്ഞിട്ട് ഇലാ കാല എത്ര പറഞ്ഞു പോയെന്നറിയോ. ഓ ഖീല അനബിഹിന്നാസ ഹാഹുന, റബ്ബിൽ ആലമീന എന്നുള്ളിടത്ത് ഈ ആലമീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാസ് എന്നത് വരെ പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനത്തെ അഭിപ്രായം വരെ മൂപ്പർ രേഖപ്പെടുത്തിയത് വരെയാണ് പോയി. കാരണം എന്താണ്, മനുഷ്യനാണ് ഈ ആലമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ വാഹിദിൻ, എല്ലാം ഓരോന്നും ആലമാണ്. മിൻ ഐസ് ഇന്നു യസ്തമിലു അലാ നളായിരി മാഫിൽ ആലമിൽ കബീർ, വലിയ ലോകമുണ്ട്. ആ വലിയ ലോകത്തിൽ ഉള്ളതായ ഒന്നിനോട് തുല്യമായതിന്റെ പേരിൽ ഇവ ഓരോന്നും ചുറ്റി 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 നിൽക്കുന്നു. ആ ഹൈസ്യത്തിലൂടെ നോക്കുമ്പോൾ ഇത് ഓരോന്നും ആലമാണെന്ന് പറഞ്ഞൂടെ എന്നാണ്. വജുഹിഷ്ടിമാനി സഗീരി, അപ്പോൾ ചെറിയതായിരിക്കുന്ന ഈ ലോകം ചുറ്റുക വലിയ ലോകത്തിലുള്ള ഒന്നിനോട് തുല്യമായതിന്റെ മേലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ചെറിയ ലോകം ഓവൽ ഇൻസാനു, അത് മനുഷ്യനാണല്ലോ ചെറിയ ലോകം. ഈ ചെറിയതായിരിക്കുന്ന മനുഷ്യനാവുന്ന ഈ ലോകം ചുറ്റുന്ന ന്യായം എന്തിന്റെ മേൽ ചുറ്റി, അലാ നളായിരി മാഫിൽ കബീർ, വലിയതായ ലോകത്തിലുള്ള ഒന്ന് പോലോത്തതിന്റെ മേൽ ചുറ്റി. ആ ചുറ്റുക എന്നതിന്റെ വജ്ഹ് അത് ഈ ലോകമെന്ന് പറയുമ്പോൾ മാസിവല്ലാഹിത്തആല അല്ലാഹുത്തആല അല്ലാത്ത ലോകമാണ്. ഇത് തഫാസീലുഹു, അങ്ങനെ വരുമ്പോൾ ഈ ചെറിയ ലോകത്തിന്റെ വിശദീകരണം ഷബീഹത്തും ബി തഫാസിൽ ആലമിൽ കബീർ, വലിയ ലോകത്തിന്റെ വിശദീകരണവുമായി സാദൃശ്യതയുണ്ട്. അതാ ചെറിയ ലോകത്തിന്റെ വിശദീകരണം വലിയ ലോകത്തിന് വിശദീകരിക്കുമ്പോൾ അത്തരം ഒരു വിശദീകരണത്തിനോട് ഇതിന് സാദൃശ്യതയുണ്ടെന്ന് പറയാൻ കാരണം ഇതിൽ കബീറു യൻഖസിമു ഇലാ ളാഹിരി വ മഹ്സൂസ്, വലിയ ലോകത്തെ നമ്മൾ വിശദീകരിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ അംശയിക്കുകയാണെങ്കിൽ രണ്ടായി അംശയിക്കാം, പ്രത്യക്ഷമായതിലേക്കും മഹ്സൂസിലേക്കും. അതായത് വെളിവാകുക, കാണപ്പെടുക, മനസ്സിലാക്കപ്പെടാൻ കഴിയുക പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്നതിലേക്കൊക്കെ ഇത് രൂപപ്പെടാൻ കഴിയും എന്ന് ഓഹരിയാകും. ഏതുപോലെയൊക്കെ ആലമുൽ മുൽക്ക് അധികാര ലോകം പോലെ ബഹുവായി അധികാര മുൽക്ക് എന്ന് പറഞ്ഞ അധികാരത്തിന്റെ ലോകമാകുന്നു. മാളഹറൽ ഹവാസ്, അത് ഹവാസിന് വെളിപ്പെടുന്നതായ ഒന്നാണ്. അത് മറഞ്ഞു നിൽക്കുന്ന ഒന്നല്ല. ഹവാസിന് എന്താ മനസ്സിലാക്കാൻ കഴിയും, കേട്ടിട്ടോ കണ്ടിട്ടോ ഒക്കെ അറിയാൻ കഴിയുന്ന ഒന്നാണത്. വയക്കൂരു, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ ആലമുൽ മുൽക്ക് ബി ഖുദ്റത്തില്ല, അത് അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ആലമുൽ മുൽക്ക് അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ബാലിൽ നിന്നുണ്ടാകുന്നുണ്ട്. ബാലിൽ നിന്നുണ്ടാകുമ്പോൾ എത്തലമ്പരുകു തകയ്യറു, അതിന് വ്യത്യാസങ്ങൾ അത് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാറ്റങ്ങൾ പകർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചിലത് അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അല്ലാഹു തആലാന്റെ പടച്ചുവെച്ച കബീർ ആലമിനെ ഇങ്ങനെ ഓഹരി ചെയ്യാം. വൈല ബാത്തിനി മഅഖൂൽ, ഇനി അങ്ങനെയല്ല, പ്രത്യക്ഷമാകുന്നതുമല്ല, പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത രൂപത്തിൽ അഖില് കൊണ്ട് തിരിയാനേ കഴിയുള്ളൂ, അല്ല കാണാനൊന്നും കഴിയൂല. അഖില് കൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്ന രഹസ്യമായ ഒരു കാര്യമുണ്ട്, അതിലേക്കും ഓഹരിയാകുന്നുണ്ട് വലിയൊരു ലോകം എന്ന് പറഞ്ഞാൽ കബീറായി ലോകം. അതിന്റെ ഉദാഹരണം ആലമിൽ മലക്കൂത്ത്. ആലമിൽ മലക്കൂത്ത് എന്ന് പറയുന്ന സംഭവം അത് കാണാൻ പറ്റുന്ന ഒന്നല്ല. ഈ ആലമുൽ മലക്കൂത്ത് മാഊജദുഹു സുബ്ഹാനഹു വതആല ബിൽ അബ്ദിൽ അസ്ലി, മുമ്പേ അല്ലാഹു തആല ഒരു കൽപ്പനയുണ്ട്, അധികാരമുണ്ട്, അള്ളാഹുവിന്റെ ആജ്ഞാപ്രകാരം അത് ഉണ്ടാക്കിയത്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് തന്നെ അതിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആലമുൽ മലക്കൂത്തിന് ബിലാ തദ്രീജിൻ, അതിലൊന്നും പ്രവേശിക്കുന്നില്ല, ഒന്നും കടത്തിക്കൂട്ടാൻ കഴിയുകയില്ല. പണ്ടേ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം
അത് ഉണ്ടാക്കി വെച്ചതായിരിക്കുന്ന കാണാൻ കഴിയാത്ത മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രഹസ്യമായ ലോകം, അത് ആലമുൽ മലക്കൂത്ത് എന്നതാണ്. ആലമുൽ മലക്കൂത്തിൽ കൂടുതലുമില്ല, കുറവുമില്ല, അതേ ഒരു അവസ്ഥ അതിനുള്ളൂ. അതേ അവസ്ഥയിൽ ഇന്നും അതെന്താകുന്നുണ്ട്, നശിക്കാതെ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു രീതിയിലേക്കും കബീറുൽ ആലം എന്നത് ഓഹരിയാകും. ഇപ്പൊ രണ്ടായി, ഒന്ന് ലാഹിറും മഹ്സൂസാണ്, കാണപ്പെടാനും പ്രത്യക്ഷപ്പെടുന്ന രീതിയിലേക്ക് ആ ഓഹരിയാവുക, അത് ആലമുൽ മുൽക്ക്. കാണാൻ കഴിയുമില്ല, രഹസ്യമായി നിൽക്കുന്ന ഒരു രൂപത്തിലേക്ക് ഓഹരിയാകുന്ന ആലമുൽ മലക്കൂത്ത്. ഇനി മറ്റൊരു ലോകത്തിലേക്ക് വിടുതി ലോകം എന്താകുന്ന അറിയാമോ? കബീറുൽ ആലം ഓഹരിയാകുന്നുണ്ട്. ആലമുൽ ജബറൂത്ത്, ജബറൂത്തിന്റെ ആലമിലേക്കും കബീറുൽ ആലം ഓഹരിയാകും. ആലമുൽ ജബറൂത്ത് ബൈനൽ ആലമൈനി, നമ്മൾ നേരത്തെ പറഞ്ഞ ആലമുൽ മുൽക്കിന്റെയും ആലമുൽ മലക്കൂത്തിന്റെയും ഇടയിലുള്ള ലോകമാണ് ജബറൂത്തിന്റെ ലോകം. അത് യുഷ്ബിഹുവായി യക്കൂനമിൽ ലാഹിരിയമിൻ ആലമുൽ മുൽക്ക്, പ്രത്യക്ഷത്തിൽ ആലമുൽ മുൽക്കിനോട് ആലമുൽ മുൽക്കിന്റെ കൂട്ടത്തിൽ അതാവുക എന്നതിനോട് സാദൃശ്യമുള്ളതാണ്. അങ്ങനെ വന്നിട്ട് ജുബിറബിൽ ഖുദ്റത്തിൽ അസലിയ, അള്ളാഹുവിന്റെ അസലിയായിരിക്കുന്ന ഖദർ കൊണ്ട് അതിനെ അടക്കി ഒതുക്കി നിർത്തപ്പെട്ടു. ആലമുൽ മലക്കൂത്ത്, ഈ അസലിയായിരിക്കുന്ന ഖുദ്റത്ത് എന്ന് പറയുമ്പോൾ അത് ആലമുൽ മലക്കൂത്തിനുള്ളതാണ്. ആലമുൽ മലക്കൂത്തിൽ നിന്നുള്ളതായിരിക്കുന്ന കാര്യം കൊണ്ട് ആ കാര്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ജബർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോ അതാണ് രണ്ടിന്റെയും ഇടയിൽ എന്ന് പറയുന്നത്. ആലമുൽ മുൽക്കിൽ നിന്നാകുമ്പോൾ ആലമുൽ മുൽക്കിന് പ്രത്യക്ഷത്തിൽ അതാവുവാൻ സാദൃശ്യമുള്ളതോടുകൂടെ തന്നെ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ആലമുൽ മലക്കൂത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പണ്ട് തന്നെ അവന്റെ ആ ഖുദ്റത്ത് കൊണ്ട് ഇതിനെ അടക്കി ഒതുക്കി നിർത്തി അങ്ങനെ ആലമുൽ ജബറൂത്താക്കി മാറ്റി. അപ്പൊ ആലമുൽ കബീറിനെ മൂന്നായി ഭാഗിച്ചു. ആലം എവിടേക്ക് ലാഹിറും മഖ്സൂസ്, ആലമുൽ മുൽക്ക് ഉദാഹരണം. അതുപോലെ ബാത്തിനും മഅഖൂലിലേക്ക് ആലമുൽ മലക്കൂത്തായി രണ്ടാമത്തേത്. പിന്നെ ആലമുൽ ജബറൂത്ത്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആലമുകളിലേക്ക് കബീറുൽ ആലം ഓഹരിയാകുന്നു. ഈ ആലമുൽ കബീറുള്ളതായിരിക്കുന്ന അതിനോട് തുല്യമായതായ ഒന്നിന്റെ പേരിൽ ഇൻസാൻ എന്ന് പറയുന്ന ചെറിയ ലോകം ചുറ്റിപ്പറ്റി നിന്നിട്ടുള്ള രീതിയാണ് ഈ പറയുന്നത്. ഇങ്ങനെ അതിന്റെ രീതി എന്നതുപോലെ തന്നെ വലിയ ഇൻസാനു കദാലിക, മനുഷ്യമാകുന്ന ഈ ലോകവും ഇപ്രകാരം തന്നെ യൻഖസിമു, അത് ഓഹരിയാകുന്നുണ്ടില്ല. വാഹിനിയോ മഹ്സൂസി, പ്രത്യക്ഷമായി പ്രകടമായി കാണാൻ കഴിയും, അതുപോലെ മനസ്സിലാക്കാനും അത് കാണപ്പെടുന്ന ഒരു ലോകത്തിലേക്ക് അത് മനുഷ്യന്റെ ആ ലോകം ഓഹരിയാകുന്നുണ്ട്. ഉദാഹരണം കല്ലായ്മി ഒല്ലാലിമി ഒദ്ധമി, ഇത് കാണാൻ കഴിയുന്ന രക്തം കാണും, എല്ല് കാണും, മാംസം കാണും. ഇങ്ങനെയുള്ള കാണാൻ പറ്റുന്ന ഒരു വെളിവാകുന്ന രീതിയിലേക്ക് ഈ ആലമുൽ ഇൻസാൻ ഒരു ഭാഗം ഓഹരിയാകുന്നുണ്ട്. അതുപോലെ തന്നെ ആലമുൽ ഇൻസാൻ മറ്റൊരു ഓഹരിയിലേക്ക് വരുന്നു. അതിലാ ബാത്തിൻ, കാണാൻ കഴിയില്ല, രഹസ്യമോ, അതിലേക്കും എന്താകുന്നുണ്ട്, അത് പ്രകടമാവുകയില്ല, ഒളിഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ റൂഹ്, അഖ്ല്, ഇറാദത്ത്, ഖുദ്റത്ത്, ഇതൊക്കെ മനുഷ്യനുണ്ട്, പക്ഷെ അത് കാണാൻ കഴിയുകയില്ല. ഇങ്ങനെ ബാത്തിനിലേക്കും ഈ മനുഷ്യലോകം എന്താകുന്നുണ്ട്, ഓഹരിയാവുന്നുണ്ട്. ആലമുൽ ജബറൂത്ത്, ആലമുൽ ജബറൂത്തിനോട് തുല്യമാകുന്ന സാദൃശ്യമാകുന്ന ഒരു ലോകമായിട്ട് ഇതിന് ഓഹരിയാകാൻ കഴിയും മനുഷ്യലോകത്തിന്. അതേതുപോലെ ഇദ്റാകാത്തിൽ മൗജൂദത്തിൽ ഹവാസ്, ഇവിടെ ഉള്ളതിനെ എല്ലാത്തിനെയും മനസ്സിലാക്കിയെടുക്കുക പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്. മൗജൂദത്തി അജ്സാഇൽ ബദരി, മനുഷ്യന്റെ ശരീരത്തിന്റെ അംശങ്ങൾ കൊണ്ട് ഇവിടെ ഉള്ളതായിരിക്കുന്ന മൗജൂദായി ഏതുണ്ടോ ആ അംശങ്ങളെ കൊണ്ട് എത്തിക്കപ്പെടുന്ന ശക്തി, ആ ഒരു ശക്തിയൊക്കെ ജബറത്ത് ലോകത്തുമായി കൊണ്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോ മനുഷ്യലോകവും ഇതുമായി എന്തുണ്ട്, മൂന്ന് ഓഹരിയായിട്ട് വരുന്നുണ്ട്. ലാഹിർ മഹ്സൂസിലേക്ക്, ബാത്തിനിലേക്ക്, അതുപോലെ ജബറൂത്തിന്റെ ലോകത്തിനോട് സാദൃശ്യമാവുന്നതിലേക്കും തുല്യമായി നിൽക്കുന്നു. അപ്പൊ അതാണ് ആലമുൽ കബീറിലുള്ളതിന്റെ അതിനോട് തുല്യമായതിനോട് മനുഷ്യനാകുന്ന ഈ ചെറു ലോകം ചുറ്റിപ്പറ്റി നിൽക്കുന്ന രീതി ഇതാണ്. അതുകൊണ്ട് ഓരോന്നിനും ഓരോ ലോകം എന്ന് പറയാം. വലിയ ലോകമുണ്ട്, ആ വലിയ ലോകത്തിലുള്ള ഒന്നിനോട് എന്താവുക, തുല്യമായിട്ട് ഈ ചെറിയ ലോകങ്ങൾ തുല്യമായി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓരോന്നിനും എന്തായി പറയാം, ലോകം എന്ന് പറയാലോ. അങ്ങനെ കൂട്ടി പറഞ്ഞ ആലമീന,
അങ്ങനെ വരുമ്പോൾ ആലമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനാണ് എന്നിവിടെ ഒരു അഭിപ്രായം പറയാനുള്ള ന്യായമാണ് ഇനി കണ്ടെത്തിയത്. ഇനി അർറഹ്മാൻ റഹീം എന്നുണ്ട്. അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ദുക്റമിന്റെ അസ്മാഇ തആല ബി ആദിഹി സൂറത്തി ഖംസത്തുൻ. ഫാത്തിഹ സൂറത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ന് പറയപ്പെട്ടത് ഈ 5 നാമങ്ങളാണ്. ഏതാണ് 5 നാമങ്ങൾ? അള്ളാഹു, വർ റബ്ബു, വർ റഹ്മാനു, വർ റഹീമു, വൽ മാലിക്കു. ഇങ്ങനെ 5 നാമങ്ങളാണ്. ഈ 5 നാമങ്ങൾ ഈ സൂറത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. വസ്സബബു ഫീഹി. ഇങ്ങനെ ഈ 5 നാമങ്ങളെ പറയുന്ന കാരണം ലിഅന്നഹു യഖൂലു, നിശ്ചയമായിട്ടും എന്ന് പറയുന്നു, അല്ലാഹു തആല പറയുന്നു, ഖലഖതുക, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചു, അവനാദ്യം, ഫഅനല്ലാഹ്, അപ്പൊ ഞാൻ അള്ളയാണ്. അപ്പൊ അല്ലാഹ് എന്ന് പറയാൻ പറ്റിയല്ലോ. സുമ്മ റബ്ബൈതുക ബി വജൂദി നിഅമതി ഫഅന റബ്ബു. നിഅമത്തുണ്ടാക്കിക്കൊണ്ട് നിന്നെ പിന്നെ വളർത്തിക്കൊണ്ട് വന്നില്ലേ, അപ്പൊ ഞാൻ റബ്ബാണ്. അപ്പൊ അത് പറയാൻ പറ്റി. സുമ്മ അസൈത ഫസതർതു അലൈക ഫഅന റഹ്മാനു. എന്നിട്ട് നീ എനിക്ക് എതിര് ചെയ്തു, തെറ്റ് ചെയ്തു, നിന്റെ തെറ്റ് നിന്റെ പേര് ഞാൻ മറച്ചു വെച്ചു, അപ്പൊ ഞാൻ റഹ്മാനല്ലേ. അതിന്റെ റഹ്മാന്റെ സിബത്ത് കൊണ്ടല്ലേ ഉണ്ടായത്. സുമ്പ് തുബുത്ത ഫഅന റഹീമു. പിന്നെ നീ ആ പാപത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങി, തോബ ചെയ്തു, അപ്പൊ ഞാൻ എന്തായി? റഹീമായി. അപ്പൊ 4ആയല്ലോ. സുമ്മ ലാ ബുദ്ദ മിൻ ഈസാനിൽ ജസാഇ ഇലൈക ഫഅന മാലിക് യൗമിദ്ദീൻ. പിന്നെ നീ ചെയ്തതായിരിക്കുന്ന ഓരോന്നിനെയും പ്രതിഫലം തരണ്ടേ, അതിനുള്ള പ്രതിഫലം നിന്നിലേക്ക് ചേർക്കുക എന്നുള്ളത് കൂടാതെ കഴിയൂല. നന്മക്ക് പ്രതിഫലം നൽകണമല്ലോ. അങ്ങനെ നൽകണമെങ്കിൽ തിന്മക്കും തരണം അതിന്റേതായ ഫലങ്ങളൊക്കെ. ഇങ്ങനെ നൽകുന്നതിന് കൂടാതെ കഴിയാതെ വന്നപ്പോ ഫഅന മാലിക് യൗമിദ്ദീൻ, അപ്പൊ ഞാനെന്തായി? ഈ ദിവസത്തിന്റെ ഉടമയാക്കുന്ന ആളായി. നന്മക്കും തിന്മക്കൊക്കെ അതിന്റെ ഫലം കൊടുക്കണമെങ്കിൽ നാഥൻ വേണ്ടേ? ആ നാഥൻ ഞാനാണ്, മാലിക് ഉടമ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു, റബ്ബു, റഹ്മാനു, റഹീമു, മാലിക് എന്നീ 5 നാമങ്ങൾ പറയാനുള്ള കാരണം കണ്ടെത്തിയല്ലോ. ഫൈഖീല, അപ്പോൾ ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്നഹു തആല ദക്കറ അർറഹ്മാനുർ റഹീമിൽ ബസ്മലത്തി, ബിസ്മിൽ അർറഹ്മാനുർ റഹീം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. സുമ്മ ദക്കറഹ മറത്തൻ സാരിയത്തുൻ ദൂരൽ അസ്മാഇ സലാസത്തിൽ ബാഖിയ. മറ്റുള്ള 3 നാമങ്ങളെ ആവർത്തിക്കാതെ രണ്ടാമതും അർറഹ്മാൻ റഹീം എന്ന് അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞല്ലോ. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഫമൽ ഹിക്മത്തു ഫീ ദാലിക, അങ്ങനെ ആവർത്തിച്ചതിനുള്ള ഹിക്മത്ത് എന്ത്, അതിനുള്ള യുക്തി എന്ത്, ശാസ്ത്രം എന്ത് എന്ന് ചോദിക്കപ്പെട്ടാൽ, ഉജീബ, അതിന് മറുപടി നൽകപ്പെടുക, ബി അന്നൽ ഹിക്മത്ത ഫീ ദാലിക, അങ്ങനെ ആ റഹ്മാൻ റഹീം എന്നതിനെ ആവർത്തിച്ചതിനുള്ള ഹിക്മത്ത് കാനോ കാലത്താൽ അല്ലാഹു തആല പറഞ്ഞതുപോലെയായി. എന്ത്? ഒതുക്കർ, അടിമേ നീ ഓർത്തോ, അന്നി, ഞാൻ ഇലാഹാണ്, റബ്ബുൻ, റബ്ബുമാണ്, മറത്തം വാഹിദത്തൻ. ഇതൊരു വട്ടം അല്ലാഹു തആല പറഞ്ഞു നിർത്തി. നീ ഒതുക്കർ, നീ ഓർത്തോ, അന്നി, ഞാൻ റഹ്മാനാണ്, റഹീമുമാണ്, മറത്തേനി. ഇത് 2 വട്ടം അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ 2 വട്ടം അല്ലാഹു തആല റഹ്മാൻ റഹീം എന്ന് ഓർക്കുവാനും ഇലാഹുർ റബ്ബാണത് 1 വട്ടം ഓർക്കുവാനും അല്ലാഹു തആല പറഞ്ഞല്ലോ. അത് ലിയുഇലമ, അറിയപ്പെടുവാൻ വേണ്ടി, എന്തറിയപ്പെടാൻ വേണ്ടിയിട്ട്, അന്നൽ ഇനായത ബിർറഹ്മതി അക്സറു മിൻകു ബിസാഇരിൽ ഉമൂരി, മറ്റേതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെ കൊണ്ടൊക്കെ അല്ലാഹു തആലാനെ ആ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രദ്ധ വേണ്ടത് റഹ്മത്ത് കൊണ്ടുള്ള ശ്രദ്ധ അധികമാക്കുക എന്നുള്ളതാകുന്നു. അതിനാണ് സുമ്മ ലമ്മ ബയ്യന റഹ്മത്തൽ മുദാബത്ത, അപ്പോ ഇരട്ടിയുള്ള ആ റഹ്മത്തിനെ അല്ലാഹു തആല വിശദീകരിച്ചപ്പോൾ ഫകഅന്നഹു ഖാൽ, അപ്പൊ അല്ലാഹു തആല പറഞ്ഞതുപോലെയായി, ലാ തഗ്തറു ബിദാലിക, ഞാൻ ഇരട്ടി റഹ്മത്ത് നിനക്ക് നൽകുമ്പോൾ അതിൽ നീ ആഹ്ലാദിച്ച് മറന്ന് ശിക്ഷയൊക്കെ മറന്ന് പരലോകത്തെ മറന്ന് വെറും ആഹ്ലാദചിത്തനായിക്കൊണ്ട് വഞ്ചിതനാവണ്ട. അപ്പൊ അല്ലാഹു തആല എന്തായി? ഇന്നി മാലികു യൗമിദ്ദീൻ എന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലാഹു തആല അതും കൂടി അവിടെ പറഞ്ഞു തന്നതുപോലെയായി. അപ്പൊ 2 വട്ടം ഓർത്തിട്ട് പിന്നെ നല്ലോണം ഓർത്തു പോകുമ്പോ ചതിയിലകപ്പെടണ്ട. അപ്പൊ ഓർത്തോ, ഇന്നി മാലിക് യൗമിദ്ദീൻ, നിശ്ചയമായിട്ടും പ്രതിഫലം തരുന്ന ദിവസത്തിന്റെ ഉടമ ഞാനാട്ടോ. അപ്പൊ ആഹ്ലാദോടെ കുറഞ്ഞു വരും, കല്യാണം ഉണ്ടാവുകയും. ഇങ്ങനെയൊക്കെയാണ് ഈ ആവർത്തിച്ചതിനുള്ള ഹിക്മത്ത്. ആസിം എന്നവരും കസായി ഇമാമും ഇവിടെ ഓതിയത് മാലിക് എന്നതാവും. ബി അലിഫി ബാദൽ മീമി, മീമിന് ശേഷം അലിഫ് കൊടുത്തിട്ട് മാലിക് എന്ന് ഓതിയിട്ടുണ്ട്.
ഖറഅൽ ബാഖൂന ബിഗൈരി അലിഫിൻ, പിന്നെ അലിഫില്ലാതെ മറ്റുള്ള ആൾക്കാരൊക്കെ ഓതി മലിക്കി. മറ്റേത് മാലിക്ക്, ഒരു കൂട്ടർ മലിക്കി, ഇങ്ങനെ ഓതിയിട്ടുണ്ട്. അപ്പൊ ബൈനഹുമാ ഉമൂം മുത്ലഖുൻ. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മലികി യൗമിദ്ദീൻ ഒരാൾ ഓതിയ ചീത്ത പറയേണ്ട ആവശ്യമല്ല, രണ്ടുമുണ്ട്. അപ്പൊ പിന്നെ മലിക്കി മാലിക്കി ഇത് രണ്ടിന്റെ ഇടയിൽ ഉമൂം മുത്ലഖാണ്, കൈതൊന്നുമില്ലാത്ത ആമാണ് എന്ന് പറഞ്ഞാൽ കുല്ലു മലിക്കിൻ മാലിക്കിൻ, മലിക്ക് ഏതൊക്കെയുണ്ടോ അതൊക്കെ മാലിക്ക് തന്നെയാണ്. എന്നാൽ കുല്ലു മാലിക്കിൻ എല്ലാ മാലിക്കും എന്നല്ല മലിക്കല്ല, പല അക്സ, അതാണ് അതിന്റെ അക്സ അല്ലാണത്. എല്ലാ മലിക്കും മാലിക്കാണെങ്കിൽ എല്ലാ മാലിക്കും മലിക്കല്ല. എന്തുകൊണ്ട്? വിലായത്തിൽ മലിക്കി എന്ന വിലായത്തിനുള്ള അധികാരം അത് ഉൾപ്പെടുത്തിയതിനു വേണ്ടി ഇൽത്തിസാമൻ അത് ഏറ്റെടുക്കുക എന്നുള്ളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാ മുതാബഖത്തൻ അങ്ങനെ യോജിച്ചു വരിക എന്ന നിലപാടിലല്ല, അത് ഏറ്റെടുത്ത് തന്നെയുള്ളതാണ്. മലിക്കുന്ന അവിടെ മേൽ ഏറ്റെടുക്കുന്ന അധികാരം അങ്ങനെയല്ല. മാലിക്കാവുമ്പോ ലാ മുതാബഖത്തൻ അത് മുതാബഖത്തൻ നിലക്ക് ഉൾപ്പെടുത്തിയതല്ല. യൗമുദ്ദീൻ എന്ന് പറയുന്ന അർത്ഥം എന്താ? യൗമുൽ ജസാ, പ്രതിഫല ദിനം എന്നാണ് യൗമുദ്ദീന്റെ അർത്ഥം. പ്രതിഫല ദിനം ഏതാകുന്നു? യൗമുൽ ഖിയാമ, അത് അന്ത്യനാളാകുന്നു. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ വരെയുള്ള ഷർബീൻ ഇമാമിന്റെ വിശദീകരണമാണ് ഇപ്പോൾ നമ്മൾ ഈ ശാരിഖ് നമുക്ക് വിശദീകരിച്ച് തന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിനുള്ള കുറിച്ചുള്ള ചർച്ച ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ നമുക്ക് വരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അർഹമായിരിക്കുന്ന പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അല്ലാഹു ചെയ്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ അവന്റെ മഹദായ ഫദല് കൊണ്ട് അല്ലാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. അറിവുള്ള പണ്ഡിതന്മാരെ അവിടെ തെറ്റിനെങ്കിൽ തിരുത്തിത്തരണമെന്നും സൂചിപ്പിക്കണമെന്നും വലിയ സ്വരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സൗണ്ട് നിങ്ങളിലേക്ക് ഞാൻ വിടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.